ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് പഠിച്ചത്. ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് വാരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു. ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ പഠിച്ച ഫിക്സഡ് കോസ്റ്റിൻ്റെയും വാരിയബിൾ കോസ്റ്റിൻ്റെയും ടോട്ടൽ വിളിക്കുന്ന പേരാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ ടോട്ടൽ കോസ്റ്റിൻ്റെ ആവറേജ് ആണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ദെൻ മാർജിനൽ കോസ്റ്റ്. വൺ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ്. ഇത്രയ്ക്കും കോസ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇനിയും നമുക്ക് രണ്ട് കോസ്റ്റും കൂടി പഠിക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, ടൈപ്സ് ഓഫ് കോസ്റ്റ് കുറേ നമ്മൾ പഠിക്കണം. ചിലപ്പോൾ മൊത്തത്തിൽ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റിനാണ് ഷോർട്ട് റൺ കോസ്റ്റ്. ഷോർട്ട് റൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് റിലേറ്റഡ് കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ എന്ന് വിളിക്കുന്നത്. കോസ്റ്റ് റിലേറ്റിംഗ് ടു ദ ഷോർട്ട് റൺ ഈസ് കോൾഡ് ഷോർട്ട് റൺ കോസ്റ്റ്. ഇനി എന്താ ഷോർട്ട് റൺ എന്ന മീനിങ് ഒന്ന് നോക്കാം. ഷോർട്ട് റൺ ഈസ് എ പീരിയഡ് ഓഫ് ടൈം ഇൻ വിച്ച് output can be increased or decreased by changing only the variable factors such as raw materials, labor, etc. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ്റെ ചാപ്റ്ററിലെ. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വാരിയബിൾ ഫാക്ടേഴ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഔട്ട്പുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ആ ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ടൈം ഇൻ വിച്ച് ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. അപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയ്ക്കാം. ബൈ ചേഞ്ചിങ്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ബൈ ചേഞ്ചിങ് ഓൺലി ദ വാരിയബിൾ ഫാക്ടേഴ്സ് ലൈക്ക് raw materials, labor, etc. വാരിയബിൾ ഫാക്ടേഴ്സ് ആയ റോ മെറ്റീരിയൽ ലേബേഴ്സും ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യണം? ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ. ഈ ഫിക്സഡ് ഫാക്ടേഴ്സ് ലൈക്ക് ബിൽഡിംഗ് എക്യുപ്മെന്റ്സ് എക്സെട്ര കനോട്ട് ബി ചേഞ്ച്. ഒരിക്കലും നമ്മൾ ഷോർട്ട് റണ്ണിലെ ഫിക്സഡ് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യില്ല, വാരിയബിൾ ഫാക്ടേഴ്സ് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ഫാക്ടേഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തി വാരിയബിൾ ഫാക്ടേഴ്സ് മാത്രം റോ മെറ്റീരിയൽ ആയാലും ശരി, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിന് ആ ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ. Thus, in short run, some inputs are variable while others are fixed. അതുകൊണ്ട് തന്നെ ഷോർട്ട് റണ്ണിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഷോർട്ട് റണ്ണിലത്തെ ചില ഫാക്ടേഴ്സ് വാരിയബിൾ ആയിട്ടുണ്ടാവും, ചില ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞോണം റോ മെറ്റീരിയൽ, ലേബർ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ വാരിയബിൾ ആയിട്ട് നിൽക്കും. എക്യുപ്മെന്റ്സും ബിൽഡിംഗ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഷോർട്ട് റൺ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് vary with output while fixed factors remains constant. Short run costs are those costs which vary with output. Short run cost output vary ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് vary ചെയ്യുന്നുണ്ട്? ഷോർട്ട് റൺ കോസ്റ്റ് vary ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്? ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പഠിച്ചു ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ മെയിനായിട്ടും രണ്ട് കോസ്റ്റുകളാണ് വരിക, ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. അപ്പോൾ അതിൽ വാരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല? ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. വാരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് വാരിയബിൾ കോസ്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും? നമ്മൾ ഇന്നലെ പഠിച്ചത് ഔട്ട്പുട്ട് കൂടുമ്പോൾ വാരിയബിൾ കോസ്റ്റ് കൂടും, ഔട്ട്പുട്ട് കുറയുമ്പോൾ വാരിയബിൾ കോസ്റ്റ് കുറയും. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഏതിലേക്ക് വരുന്നുണ്ട്? ടോട്ടൽ കോസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് നിന്നാലും വാരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഷോർട്ട് റൺ കോസ്റ്റും ചേഞ്ച് ആവും. ഷോർട്ട് റൺ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വാരി വിത്ത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഷോർട്ട് റൺ കോസ്റ്റും വാരി ചെയ്യും. കാരണം അതിൽ ഏത് കോസ്റ്റ് വരുന്നുണ്ട്? വാരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട്. while fixed factors remains constant. ഫിക്സഡ് ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തും ചെയ്യുന്നുണ്ട്, പക്ഷെ ഷോർട്ട് റൺ കോസ്റ്റ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വാരിയും ചെയ്യുന്നുണ്ട്. This help the management to decide whether to produce more or less with the existing plant. നമ്മളവിടെ എന്തിനു മാറ്റം വരുത്തുന്നില്ല? പ്ലാൻ, ബിൽഡിംഗ്, അതുപോലെ മെഷീനറി, അതിനൊന്നും മാറ്റം വരുത്തില്ല. അതൊക്കെ എന്താണ്? ഫിക്സഡ് ഫാക്ടേഴ്സ് ആണ്. അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാനേജ്മെന്റിന് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റ് വെച്ചിട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഇനി നമ്മുടെ പ്രൊഡക്ഷൻ കുറവാണോ, അല്ലെങ്കിൽ ഇനി കൂട്ടാനുണ്ടോ, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് ഈ ഷോർട്ട് റൺ കോസ്റ്റ്
മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുതുതായിട്ട് യാതൊരു ഫിക്സഡ് അസറ്റുകളും വാങ്ങുന്നില്ല. ഇപ്പം നമ്മുടെ കമ്പനിയിലുള്ള ഫിക്സഡ് അസറ്റ് വെച്ചിട്ട് നമ്മളിപ്പം നടത്തുന്ന പ്രൊഡക്ഷൻ കൂടുതലാണോ, ചിലപ്പോൾ ഓവറാവാം, അവരുടെ മെഷീനറീസിൻ്റെ ഒക്കെ കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ കുറവാവാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ഷോർട്ട് റൺ കോസ്റ്റ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദ കോസ്റ്റ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഷോർട്ട് റൺ ഈസ് കോൾഡ് ഷോർട്ട് റൺ കോസ്റ്റ്. അതായിട്ട് അതിന്റെ മീനിങ് ആയിട്ട് പറയാം. ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് വെച്ചാൽ വാരിയബിൾ ഫാക്ടേഴ്സ് മാത്രം വാരി ചെയ്യുന്ന, ഫിക്സഡ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന ആ ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ആ ഷോർട്ട് അതിലെ വരുന്ന ആ ഷോർട്ട് റൺ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഷോർട്ട് റൺ കോസ്റ്റ് ഔട്ട്പുട്ട് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് വാരി ചെയ്യും. പക്ഷെ എന്ത് മാത്രം അതിൽ വേരിയേഷൻ നിർത്തുന്നുള്ളൂ, വാരിയബിൾ കോസ്റ്റിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു വ്യത്യാസങ്ങളും വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലോങ് റൺ കോസ്റ്റ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ലോങ് റൺ കോസ്റ്റ് ആണ് അടുത്ത ടൈപ്പായിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞാലും സിമ്പിളായിട്ട് എന്തെന്ന് പറയാം, ദ കോസ്റ്റ് റിലേറ്റിംഗ് ടു ലോങ് റൺ ഈസ് കോൾഡ് ലോങ് റൺ കോസ്റ്റ്. നമ്മൾ ലോങ് റണ്ണിനായിട്ട് റിലേഷൻ ഉള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ലോങ് റൺ കോസ്റ്റ്. ദ കോസ്റ്റ് റിലേറ്റിംഗ് ടു ലോങ് റൺ ഈസ് കോൾഡ് ലോങ് റൺ കോസ്റ്റ്. ഇനി ലോങ് റൺ എന്താണെന്ന് നോക്കാം. ലോങ് റൺ ഈസ് എ പീരീഡ് ഓഫ് ടൈം ഇൻ വിച്ച് ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ക്യാൻ ബി വാരിഡ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും, അതിപ്പോൾ ഫിക്സഡ് ആയിക്കോട്ടെ വാരിയബിൾ ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം വാരി ചെയ്യും. എതിരെ ലോങ് റണ്ണിൽ ഈസ് എ പീരീഡ് ഓഫ് ടൈം ഇൻ വിച്ച് ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ക്യാൻ ബി വാരിഡ്. There is no fixed cost in long run. All costs are variable. നമ്മൾ ഇന്നലെ അത് ഫിക്സഡ് കോസ്റ്റിനും വാരിയബിൾ കോസ്റ്റിനും ഡിഫറൻസിൽ പഠിച്ചിരുന്നു. ഫിക്സഡ് കോസ്റ്റ് ഏതിൽ ഉണ്ടാവില്ല, ലോങ് റണ്ണിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ അവിടെ ഒന്നും ഫിക്സഡ് ആയിട്ട് നിർത്തുന്നില്ല. നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണോ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ there is no fixed cost in long run. All costs are variable. In long run, output can be increased or decreased by changing all input factors. നമ്മൾ ഷോർട്ട് റണ്ണിൽ എന്താ പഠിച്ചത്, വാരിയബിൾ ഫാക്ടേഴ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ടാണ് അവിടെ നമ്മുടെ ഔട്ട്പുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ ചേഞ്ചിങ് ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്തിട്ട് ഔട്ട്പുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ന് വിളിക്കുന്ന പേരാണ്. അതാണ് ലോങ് റൺ കോസ്റ്റിൽ സംഭവിക്കുന്നത്. ദസ് ലോങ് റൺ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വാരി വിത്ത് ഔട്ട്പുട്ട് വെൻ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വാരിയബിൾ. നമ്മൾ ഇതേപോലെ തന്നെയാണ് ഷോർട്ട് റണ്ണിലും പഠിച്ചത്. those vary with output when fixed cost remains constant. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അങ്ങനെ ഇതിൽ പഠിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ എന്താണ്, നമ്മൾ ഒന്നും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണില്ല. all input factors are variable. അതാണ് ലോങ് റൺ കോസ്റ്റിന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ആർ ദോസ് കോസ്റ്റ് വിച്ച് വാരി വിത്ത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലോങ് റൺ കോസ്റ്റും വാരി ചെയ്യുന്നുണ്ട്. വെൻ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. It helps the management in taking decisions for the future. ഭാവിയെ കുറിച്ചുള്ള ഡിസിഷൻസ് എടുക്കാനാണ് നമ്മൾ മെയിനായിട്ടും ഈ ലോങ് റൺ കോസ്റ്റ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഫ്യൂച്ചറിൽ എന്തൊക്കെ നമ്മൾ ഡിസിഷൻസ് എടുക്കാം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് ഈ ലോങ് റൺ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റും കഴിഞ്ഞു, ലോങ് റൺ കോസ്റ്റും കഴിഞ്ഞു. ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് വെച്ചാൽ രണ്ട് കോസ്റ്റും വരും, ഫിക്സഡ് കോസ്റ്റും വരും, വാരിയബിൾ കോസ്റ്റും വരും. പക്ഷെ ലോങ് റണ്ണിൽ ഇത് വരില്ല, ഫിക്സഡ് കോസ്റ്റ് വരില്ല. കാരണം എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ എല്ലാ കോസ്റ്റും എന്തായിരിക്കും, വാരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ്. ഇപ്പോൾ പഠിച്ച ലോങ് റൺ കോസ്റ്റിൻ്റെയും ഷോർട്ട് റൺ കോസ്റ്റിൻ്റെയും ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നോക്കാം. These are the costs when at least one factor of production is fixed. ഷോർട്ട് റണ്ണിൽ എന്തുണ്ടാവും, ഏതെങ്കിലും ഒരു ഫാക്ടറെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മൾ വാരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ നമ്മൾ വാരി ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആയിട്ടാണ് ഷോർട്ട് റണ്ണിൽ ചെയ്യുക. അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റിൽ എന്തുണ്ടാവും, ഏതെങ്കിലും ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെങ്കിലും ഫിക്സഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ലോങ് റൺ കോസ്റ്റിൽ ദീസ് ആർ ദ കോസ്റ്റ് വെൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വാരിയബിൾ. അവിടെ എന്തുണ്ടാവില്ല, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവില്ല. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വാരിയബിൾ ആയതുകൊണ്ട് എല്ലാ കോസ്റ്റും എന്തായിരിക്കും, വാരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അവരായിട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ലോങ് റണ്ണിൽ വാരിയബിൾ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ്, ദീസ് ഹാവ് ഷോർട്ട് റൺ ഇംപ്ലിക്കേഷൻ. ഷോർട്ട് റൺ കോസ്റ്റിന്
ഷോർട്ട് റൺ ഇംപ്ലിക്കേഷൻ ആണ് ഉണ്ടാവുക. അതായത് നമുക്ക് വളരെ ഷോർട്ട് പീരീഡ് ആണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ആ പീരീഡിനുള്ളിൽ നമ്മൾ ആ പ്രോസസ്സ് അവസാനിപ്പിച്ചിരിക്കണം. അതേസമയം ലോങ് റണ്ണിലെ ദീസ് ഹാവ് ലോങ് റൺ ഇംപ്ലിക്കേഷൻ. അവർക്ക് ഇനഫ് ടൈം ഉണ്ട്. നമുക്കിപ്പോൾ ഓരോന്നും മാറ്റി യൂസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മതി. അങ്ങനെ ഒരു ടൈം ഗ്യാപ്പ് ഏതിനുണ്ടാവില്ല? ഷോർട്ട് റണ്ണിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് റൺ കോസ്റ്റ് വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള കോസ്റ്റ് ആണ്. അതേസമയം ലോങ് റൺ കോസ്റ്റ് ലോങ് പീരീഡിലേക്കുള്ള ഒരു കോസ്റ്റ് ആയിട്ടാണ് നമുക്ക് വരിക. ഓക്കെ, next one, operating cost and depreciation of the capital asset are included. ഷോർട്ട് റൺ കോസ്റ്റിൽ ഏതൊക്കെ വരും? ഡിപ്രീസിയേഷൻ, നമ്മൾ ഫിക്സഡ് അസറ്റിനെ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ വരും. അതുപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റുകളൊക്കെ ഏതിൽ വരുന്നുണ്ട്? ഷോർട്ട് റൺ കോസ്റ്റിൽ വരുന്നുണ്ട്. കാരണം അവിടെ ഏത് ഫാക്ടേഴ്സ് ഉണ്ട്? ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം ലോങ് റണ്ണിൽ അത് വരുന്നില്ല. കാരണം അവിടെ എന്തില്ല? ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല, എല്ലാം വാരിയബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്ത് വരണമെന്നില്ല? റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഓർ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടാവില്ല, ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഉണ്ടാവില്ല. ഇതിൽ ലോങ് റണ്ണിൽ എന്നാണ് അപ്പുറത്ത് എഴുതിയേക്കുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് വാരിയബിൾ ഉള്ളത് കൊണ്ട് അവിടെ എന്ത് വരുന്നുണ്ട്? ഈ കോസ്റ്റുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ലോങ് റണ്ണിൽ ഫിക്സഡ് വാരിയബിൾ ഇല്ല, എല്ലാം ഫിക്സഡ് ഫാക്ടേഴ്സ് ഇല്ല, എല്ലാം വാരിയബിൾ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് അവിടെ എന്ത് വരുന്നില്ല? ഈ റണ്ണിങ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ദെൻ ഡിപ്രീസിയേഷൻ ഒന്നും നമുക്ക് സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. Then next one, these are associated with variations in the utilization of fixed asset. These are associated with the variations in the utilization of fixed asset. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫിക്സഡ് അസറ്റ് എങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ യൂട്ടിലൈസ് ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ ഷോർട്ട് റണ്ണിൽ ചിന്തിക്കുള്ളൂ. കാരണം നമ്മൾ പുതുതായിട്ട് യാതൊരു ഫിക്സഡ് അസറ്റും മേടിക്കുന്നില്ല. ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫിക്സഡ് അസറ്റ് നമുക്ക് എങ്ങനെ ബെനിഫിഷ്യലായിട്ട് എക്കണോമിക്കലായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ ഇതിൽ നോക്കുള്ളൂ, ഷോർട്ട് റൺ കോസ്റ്റിൽ നോക്കുള്ളൂ. പക്ഷെ അപ്പുറത്തോ ദീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ സൈസ് ആൻഡ് കൈൻഡ് ഓഫ് പ്ലാൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ ഫിക്സഡ് അസറ്റ് വാരി ആവുന്നത്, ഫിക്സഡ് ഫാക്ടേഴ്സ് വാരി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പുതിയ പ്ലാന്റും എക്യുപ്മെന്റ്സും ഒക്കെ വാങ്ങി ഏതാണോ കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഷോർട്ട് റണ്ണിൽ നമ്മൾ പുതുതായിട്ടൊന്നും വാങ്ങണില്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സും മെഷീനറീസും ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് പ്രൊഡക്ഷൻ നടത്താം അതാണ് നമ്മൾ ഷോർട്ട് റണ്ണിൽ ചിന്തിക്കുക. ലോങ് റണ്ണിൽ അങ്ങനെയല്ല. നമുക്ക് പുതിയതായിട്ട് പുതിയ മെഷീനറീസ്, പുതിയ ബിൽഡിംഗ്, പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ വാങ്ങി ഏത് മെഷീനറി ഏത് എക്യുപ്മെന്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ദീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ വേരിയേഷൻസ് ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റ് എങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോഴത്തെ ദീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ സൈസ് ആൻഡ് കൈൻഡ് ഓഫ് പ്ലാൻ. നമ്മൾ ഇപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ സൈസും അതുപോലെ അതിൻ്റെ ടൈപ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഏതിലുണ്ടാവുന്നത്? ലോങ് റൺ കോസ്റ്റിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഈസ് ദീസ് ആർ കോസ്റ്റ് വിതിൻ എ given production capacity. These are cost within a given production capacity. അപ്പോഴത്തെ എന്താണ്? These are cost across all possible production capacity. നമുക്ക് ഇപ്പോൾ ഉള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ഉള്ളിൽ നിന്നിട്ടേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണില്ല? പുതുതായിട്ടൊരു മെഷീനറി നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മുടെ കയ്യിലുള്ള മെഷീനറീസിനെ കൊണ്ട് ആ മെഷീനറി പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണോ അതിനുള്ള പ്രൊഡക്ഷനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ നടത്താനായിട്ട് പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള മെഷീനറീസിനെ ഒരു ദിവസം 100 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ ഇതിൽ ചുരുക്കേണ്ടതായിട്ട് വരും, ഈ 100 യൂണിറ്റിൽ ചുരുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ലോങ് റൺ കോസ്റ്റിൽ അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇത് വാരി ചെയ്യാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ദിവസം 150 യൂണിറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ മെഷീനറിക്ക് 100 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് മാറ്റിയിട്ട് 150 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനറി വാങ്ങാനുള്ള ഓപ്ഷൻ ഏതിലുണ്ട്? ലോങ് റണ്ണിലുണ്ട്. അവിടെ നമുക്ക് ഫിക്സഡ് ഫാക്ടേഴ്സ് വാരി ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ഒരു ബെനിഫിറ്റ് അല്ല, അങ്ങനെ ഒരു സ്കോപ്പ് ഏതിലില്ല? ഷോർട്ട് റണ്ണിലില്ല. അവർക്ക് പുതുതായിട്ടൊന്നും ഫിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും മാറ്റാനായിട്ടുള്ള പറ്റില്ല. ഉള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ദീസ് ആർ കോസ്റ്റ് വിതിൻ എ ഗിവൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഇപ്പം ഉള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ഉള്ളിൽ വരുന്ന കോസ്റ്റുകളാണ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോഴത്തെ ദീസ് ആർ കോസ്റ്റ് അക്രോസ് ഓൾ പോസിബിൾ പ്രൊഡക്ഷൻ കാപ്പബിലിറ്റി. എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടോ അത് മുഴുവൻ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതാണ് നമ്മുടെ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യും ചെയ്യാം. ഓക്കെ,
Last one is useful for determining optimum output within a given plant size. Useful for determining optimum plant size. ഇത് ഷോർട്ട് റൺ കോസ്റ്റ് മാനേജ്മെന്റ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഉള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇപ്പം ഉള്ള പ്ലാന്റ് സൈസ് വെച്ച് നമുക്ക് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് കണ്ടുപിടിക്കാനാണ് ഷോർട്ട് റൺ കോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞോളം പുതുതായിട്ട് യാതൊരു മെഷീനറി നമ്മൾ മേടിക്കുന്നില്ല. ഇപ്പം ഉള്ള പ്ലാന്റ് സൈസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന മാക്സിമം ഔട്ട്പുട്ട് എത്രയാണെന്ന് നമുക്ക് ഷോർട്ട് റൺ കോസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പുറത്ത് ഏതാണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് സൈസ് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഉള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് സൈസിൽ ഒപ്റ്റിമം എന്ന് വെച്ചാൽ വേണ്ട അർത്ഥം എന്താ, നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, നമുക്ക് കോസ്റ്റ് കൂടുന്നുമില്ല പ്രോഫിറ്റ് കുറയുന്നുമില്ലാത്ത അങ്ങനത്തെ ഒരു ലെവൽ ആ പ്രൊഡക്ഷൻ നടത്താനായിട്ട് എത്രയാണ് നമ്മുടെ ഒപ്റ്റിമം പ്ലാന്റ് സൈസ് അത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ലോങ് റൺ കോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റേതിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പ്ലാന്റ് സൈസ് വെച്ച് എത്ര ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലോങ് റണ്ണിൽ അങ്ങനെയല്ല, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് സൈസ് ഏതാണോ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ള ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ആ ലാസ്റ്റത്തെ 3 പോയിന്റൊക്കെ ഏതാണ്ട് റിലേറ്റഡ് ആണ്, പക്ഷെ അത് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് പഠിക്കണം. ആദ്യത്തേൽ നമ്മൾ പുതുതായിട്ട് ഫിക്സഡ് അസറ്റുകളൊന്നും മേടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ ഉദ്ദേശിക്കുന്നത് 4-ാമത്തേൽ. 5-ാമത്തേൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 6-ാമത്തേൽ പ്ലാന്റ് സൈസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന് ഇന്നർ മീനിങ് ഇത്ര തന്നെയുള്ള ഫിക്സഡ് അസറ്റ് ആയാലും പ്രൊഡക്ഷൻ കാപ്പബിലിറ്റി ആയാലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയാലും പ്ലാന്റ് സൈസ് ആയാലും ഷോർട്ട് ടേൺ കോസ്റ്റിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. മറ്റേതിൽ അങ്ങനെയുള്ള നമുക്ക് പുതിയത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ കഴിഞ്ഞു. നമ്മൾ 3 ക്ലാസ്സുകളായിട്ടാണ് 3.5 ക്ലാസ്സുകളോട് കൂടിയിട്ടാണ് ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അത് കുറച്ചധികം തന്നെയുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാണ്ട്, കുറേ ആകുമ്പോൾ തെറ്റിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാണ്ട് അതൊന്നുമായിട്ട് പഠിച്ചു വയ്ക്കാം. നേരത്തെ നമുക്ക് പഠിക്കാനുള്ളത് കോസ്റ്റ് ഫംഗ്ഷൻ ആണ്. ഇതിന് മുമ്പ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിലെ ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. തേർഡ് ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഫംഗ്ഷനാണ് കോസ്റ്റ് ഫംഗ്ഷൻ. കാരണം നമ്മൾ കോസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് എ ഫേം ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടേഴ്സ്. ഒരു കമ്പനീന് കോസ്റ്റ് എന്ന് വെച്ചാൽ ചിലവ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെയധികം ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ റേറ്റ്. ദെൻ സൈസ് ഓഫ് പ്ലാന്റിൻ്റെ സൈസ്. പ്രൈസ് ഓഫ് ഇൻപുട്ട് ഫാക്ടേഴ്സ്, നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ പ്രൈസ്. ടെക്നോളജിക്കൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റ് കൂടും. എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെൻറ്റ് ആൻഡ് ലേബർ. മാനേജ്മെൻറ്റും ലേബേഴ്സിനും ചിലവ് കുറയ്ക്കാനായിട്ട് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്, ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ലേറ്റസ്റ്റ് ടെക്നോളജി ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, ദെൻ മാനേജ്മെൻറ്റിൻ്റെയും ലേബേഴ്സിൻ്റെയും എഫിഷ്യൻസി. ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇതിനെ, ഒരു കമ്പനിക്ക് വരുന്ന കോസ്റ്റിനെ. കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ആർ കോറിലേറ്റഡ്. അതിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ ഫാക്ടറായ റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, നമ്മുടെ കമ്പനിയിൽ നടത്തുന്ന പ്രൊഡക്ഷൻ്റെ റേറ്റ് മീൻസ് എത്ര ഔട്ട്പുട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതും കോസ്റ്റും കോറിലേറ്റഡ് ആണ്. അതായത് നമുക്കറിയാം ഔട്ട്പുട്ട് കൂടുമ്പോൾ കോസ്റ്റ് കൂടും, ഔട്ട്പുട്ട് കുറയുമ്പോൾ കോസ്റ്റ് കുറയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ്. നമുക്ക് 10 യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് ആവില്ല 20 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്നത്. അതിനേക്കാൾ കൂടും ചിലപ്പോൾ 30 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്നത്. കാരണം എന്താണ്, നമുക്ക് എന്ത് വരുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫിക്സഡ് കോസ്റ്റ് വാരി ചെയ്യുന്നില്ലെങ്കിലും എന്ത് വാരി ചെയ്യും, വേരിയബിൾ കോസ്റ്റ് വാരി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റും ഔട്ട്പുട്ടിനും കോറിലേഷൻ ഉണ്ട്. വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ്.
ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് കൂടും തോറും കോസ്റ്റ് കൂടും, ഔട്ട്പുട്ട് കുറയും തോറും കോസ്റ്റ് കുറയും. അതിൻ്റെ റീസൺ ഇതാണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ വരും. ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ഫിക്സഡ് കോസ്റ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല, കാരണം അത് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റിന് വിളിക്കുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെയല്ല വാരിയബിൾ കോസ്റ്റ്, അത് കോസ്റ്റ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വാരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റിൽ ഒരു എലമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ വാരിയബിൾ കോസ്റ്റിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടോട്ടൽ കോസ്റ്റിലും ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ആ ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല, പക്ഷെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, വാരിയബിൾ കോസ്റ്റും വരും, ഫിക്സഡ് കോസ്റ്റും വരും. ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവണില്ലെങ്കിലും ഏതിൽ ചേഞ്ച് ഉണ്ടാവും, ഔട്ട്പുട്ട് കൂട്ടുന്നതിനനുസരിച്ചിട്ട് വാരിയബിൾ കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവും. ആസ് എ റിസൾട്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കൂടും. അതാണ് അവിടെ പറഞ്ഞത്. വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. നേരെ തിരിച്ച്, വെൻ ഔട്ട്പുട്ട് ഡിക്രീസസ് കോസ്റ്റ് ഓൾസോ ഡിക്രീസസ്. The relationship between cost and output is technically called cost function. ഇങ്ങനെ ഈ കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ എന്ത് റിലേഷൻഷിപ്പാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്, കാരണം ഔട്ട്പുട്ട് കൂടുമ്പോൾ കോസ്റ്റ് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ആ പോസിറ്റീവ് റിലേഷൻഷിപ്പിനെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഫംഗ്ഷൻ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടെക്നിക്കലി നോൺ ആസ് കോസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് കോസ്റ്റ് ഫംഗ്ഷൻ്റെ മീനിങ് ആയിട്ട് പഠിക്കേണ്ടത്. ഒരു നമ്മുടെ ഓർഗനൈസേഷനിലെ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നമ്മൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഈ ഔട്ട്പുട്ടിൻ്റെ പ്രൊഡക്ഷൻ കൂടും തോറും നമ്മുടെ കോസ്റ്റ് കൂടും, ഔട്ട്പുട്ടിൻ്റെ പ്രൊഡക്ഷൻ കുറയും തോറും നമ്മുടെ കോസ്റ്റ് കുറയും. അങ്ങനെയുള്ള ഈ കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ആ പോസിറ്റീവ് റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഫംഗ്ഷൻ. ഇനി അതിൻ്റെ ഇക്വേഷനാണ് ടി സി ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ. എഫ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്താ വായിക്കുന്നത്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഫംഗ്ഷൻ ഓഫ് എന്നാണ്. ടി സി എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ്, ക്യൂ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്. ദെർഫോർ ടി സി ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ക്യൂ. അതായത് നമ്മുടെ കമ്പനിയിലത്തെ ടോട്ടൽ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണ്, അവിടെ എന്തോരം പ്രൊഡക്ഷൻ നടത്തി, എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് നിൽക്കുന്നത്. The cost output relationship help in determining optimum level of production. ഇങ്ങനെ ഈ കോസ്റ്റ് ഫംഗ്ഷൻ നോക്കിയിട്ടാണ് നമുക്ക് എത്ര ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. നമുക്കറിയാം ഔട്ട്പുട്ട് കൂടും തോറും കോസ്റ്റ് കൂടും. അപ്പോൾ എല്ലാ കമ്പനികൾക്കും കോസ്റ്റ് കൂടുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമാവില്ല. ഫിനാൻഷ്യലി അത്രയ്ക്ക് സൗണ്ട് ഇല്ലാത്ത കമ്പനികളിലൊക്കെ കോസ്റ്റ് ഇങ്ങനെ ഔട്ട്പുട്ട് ഇങ്ങനെ കൂട്ടി പോയാൽ അവർക്ക് കോസ്റ്റ് കൂടും. അത് ചിലപ്പോൾ അവർക്ക് സഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം അത് തീരുമാനിക്കണമെങ്കിൽ എന്തും കൂടി നോക്കണം അവർ. ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ 100 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. 100 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1 lakh rupees ആണ് വിചാരിക്കുക. എനിക്ക് അത്രയ്ക്ക് 1 lakh rupees ഉള്ള ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഇല്ല. ഒരു 75,000 റുപ്പീസ് അല്ലെങ്കിൽ 50,000 റുപ്പീസിനുള്ള കപ്പാസിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ എത്ര പ്രൊഡ്യൂസ് ചെയ്താൽ മതി, 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. കാരണം എനിക്ക് 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 50,000 റുപ്പീസ് ചിലവ് വരും. അത് സഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് എഫോർഡ് ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ വലുത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ കമ്പനിയിൽ എത്ര ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നടത്തണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ. ഈ നമ്മൾ നേരത്തെ പഠിച്ച കോസ്റ്റ് ഫംഗ്ഷൻ 2 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനും ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനും. 2 തരത്തിലുള്ള കോസ്റ്റ് ഫംഗ്ഷനാണുള്ളത്, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. നമ്മൾ നേരത്തെ ഷോർട്ട് റൺ കോസ്റ്റ് പഠിച്ചു, ലോങ് റൺ കോസ്റ്റ് പഠിച്ചു. അതുപോലെ തന്നെ കോസ്റ്റ് ഫംഗ്ഷനും 2 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനും ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനും. ഷോർട്ട് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. ലോങ് റണ്ണിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.